ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ലോകത്തിലെ ആദ്യത്തെ ചാപ്റ്ററോട് പറയുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിൽ നില നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനായി നടന്ന സമരങ്ങൾ അറിയപ്പെടുന്ന വിപ്ലവങ്ങൾ എന്ന പേരിലാണ്. ആദ്യകാല വിപ്ലവങ്ങൾ പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. നവോത്ഥാന ഫലമായി യൂറോപ്പിൽ ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തത്തെ തുടർന്ന് രൂപം കൊണ്ട ഭൗതികവും സാംസ്കാരികവുമായ സ്ഥാനമാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. ജ്ഞാനോദയ ചിന്തകർ പ്രാധാന്യം നൽകിയ മേഖലയാണ് യുക്തിചിന്ത. ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ച ആശയങ്ങൾ സ്വാതന്ത്ര്യ, സമത്വം, ജനാധിപത്യം, ദേശീയത തുടങ്ങിയവയാണ്. അടുത്തത് ബ്രിട്ടനാണ്. ചില പണ്ഡിതരുടെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെയോ ദേശീയ രാഷ്ട്രത്തിൻ്റെയോ മാതൃകയായി കണക്കാക്കപ്പെടുന്നത് ബ്രിട്ടനാണ്. ഇംഗ്ലീഷ് പാർലമെൻറ്റ് രാജവാഴ്ചയിൽ നിന്നും അധികാരം പിടിച്ചെടുത്ത വർഷം 1678 യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപീകരിക്കുന്നതിന് കാരണമായ ആക്റ്റാണ് യൂണിയൻ ആക്ട്. ഈ ആക്ട് ഏത് രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും തമ്മിലായിരുന്നു. പിന്നെ യൂണിയൻ ആക്ട് വഴി സ്കോട്ട്ലാൻഡിന് മേൽ ആധിപത്യം ഉറപ്പിക്കുകയും ഉയർന്നു വന്ന ഇംഗ്ലണ്ട് വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. പിന്നെ കത്തോലിക്കൻ വിശ്വാസികളാലും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളാലും വിഭജിക്കപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു അയർലാൻഡ്. പിന്നെ ഭൂരിപക്ഷമുള്ള കത്തോലിക്കൻ വിശ്വാസികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പ്രൊട്ടസ്റ്റന്റുകളെ ഇംഗ്ലീഷുകാർ സഹായിച്ചു. ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരെയുള്ള കത്തോലിക്ക കലാപങ്ങൾ അടിച്ചമർത്തപ്പെട്ടു. വോൾഫ് ടൗണിൻ്റെയും അദ്ദേഹം നേതൃത്വം നൽകിയ യുണൈറ്റഡ് ഐറിഷുകാരുടെയും നേതൃത്വത്തിൽ നടന്ന കലാപം പരാജയപ്പെട്ടതിനെ തുടർന്ന് അയർലൻഡ് 1801 നിർബന്ധിതമായ യുണൈറ്റഡ് കിങ്ഡത്തിൽ സംയോജിക്കപ്പെട്ടു. പിന്നെ അടുത്തത് പ്രോട്ടോ ഇൻഡസ്ട്രിയൽ സംവിധാനമാണ്. ഫാക്ടറികൾ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര വിപണികൾക്കായി വലിയ തോതിലുള്ള വ്യാവസായിക ഉൽപ്പാദനം ഉണ്ടായിരുന്നു. പിന്നെ ചരിത്രകാരന്മാർ വ്യവസായവൽക്കരണത്തിൻ്റെ ഈ ഘട്ടത്തെ പ്രോട്ടോ വ്യവസായവൽക്കരണം എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ സമ്പ്രദായം അതിനാൽ വ്യാപാരികൾ കൂടുതൽ ഉൽപ്പാദനങ്ങൾക്കായി ഗ്രാമങ്ങളിലെ തൊഴിലാളികളെ ആശ്രയിച്ചിരുന്നു. പിന്നെ ഈ ഗ്രാമങ്ങളിൽ കാർഷിക മേഖലയിലുണ്ടായ തകർച്ച കർഷകരെയും തൊഴിലാളികളെയും മറ്റു തൊഴിലുകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. ഈ സമ്പ്രദായത്തിൽ പട്ടണവും നാട്ടിൻപുറവും തമ്മിൽ അടുത്ത ബന്ധം വികസിച്ചു വന്നു. ഈ കാലഘട്ടത്തിൽ ലണ്ടൻ അറിയപ്പെട്ടിരുന്നത് ഫിനിഷിംഗ് സെൻറ്റർ എന്ന നിലയിലാണ്. പ്രോട്ടോ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൽ വ്യാപാരികൾ നൂറുകണക്കിന് തൊഴിലാളികളെ നിയന്ത്രിച്ചിരുന്നു. പിന്നെ അടുത്ത വ്യാവസായിക വിപ്ലവമാണ്. അത് വ്യാവസായിക വിപ്ലവം 1780-കൾക്കും 1850-കൾക്കും ഇടയിൽ ബ്രിട്ടനിലെ സാമ്പത്തിക വ്യാവസായിക രംഗത്തുണ്ടായ പരിവർത്തനമാണ് വ്യാവസായിക വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഫ്രാൻസിലെ ജോർജ് മിഷലേറ്റ്, ജർമ്മനിയിലെ ഫ്രെഡറിക് എംഗൽസ് എന്നീ യൂറോപ്യൻ പണ്ഡിതന്മാരാണ് വ്യാവസായിക വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത്. ബ്രിട്ടീഷ് വ്യാവസായിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നതിനായി പ്രശസ്ത തത്വചിന്തകൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ആർണോൾഡ് ടോയൻബിയാണ് ഇംഗ്ലീഷിൽ ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. ആധുനിക വ്യാവസായികവൽക്കരണം ആദ്യമായി രൂപപ്പെട്ടത് ബ്രിട്ടനിലാണ്. ബ്രിട്ടനിലെ ഏറ്റവും ചലനാത്മകമായ വ്യവസായങ്ങളാണ് പരുത്തി വ്യവസായവും ലോഹ വ്യവസായവും. വ്യാവസായികവൽക്കരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രധാന വ്യവസായ മേഖല പരുത്തിയായിരുന്നു. 1750-നും 1800-നും ഇടയിൽ ജനസംഖ്യ ഇരട്ടിച്ച 19 യൂറോപ്യൻ പട്ടണങ്ങളിൽ 11 ബ്രിട്ടനിലായിരുന്നു. അതിൽ ഏറ്റവും വലുത് ലണ്ടൻ ആയിരുന്നു. ബ്രിട്ടനിലെ കമ്പോളങ്ങളുടെ കേന്ദ്രമായിരുന്നു ലണ്ടൻ. ബ്രിട്ടനിലെ സാമ്പത്തിക സംവിധാനത്തിൻ്റെ കേന്ദ്രം 1694 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആയിരുന്നു. 1820-കൾ ആയപ്പോൾ ഇംഗ്ലണ്ടിൽ വിവിധ പ്രവിശ്യകളിലായി 600-ലധികം ബാങ്കുകൾ നിലവിൽ വന്നു. ലണ്ടൻ നഗരത്തിൽ മാത്രം 100-ലധികം ബാങ്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത കണ്ടുപിടുത്തങ്ങളാണ്. 18-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തപ്പെട്ട 26,000-ഓളം കണ്ടുപിടുത്തങ്ങളിൽ പകുതിയിലേറെയും 1782 മുതൽ 1800 കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. ഈ കണ്ടുപിടുത്തങ്ങൾ ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. പിന്നെ യന്ത്രവൽക്കരണത്തിനുള്ള മുഖ്യ വസ്തുക്കളായ കൽക്കരി, ഇരുമ്പയിര് എന്നിവയും വ്യവസായങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കറുതീയം, ചെമ്പ്, വെള്ളത്തീയം എന്നീ ധാതുക്കളും ഇംഗ്ലണ്ടിൽ സുലഭമായിരുന്നു. ഇത് ഇംഗ്ലണ്ടിൻ്റെ വ്യാവസായികവൽക്കരണത്തിന് സഹായകമായി. പിന്നെ ഇരുമ്പ് വ്യവസായം. ഇരുമ്പ് ഉരുക്കി എടുക്കുന്നതിന് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്നത്
മരക്കരിയായിരുന്നു. ഇതിന് നിരവധി പരിമിതികളുണ്ടായിരുന്നു. പിന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിച്ചത് ഇരുമ്പ് പണിയിൽ വിദഗ്ധരായ ബ്രോഷ് ഷ്രോപ്ഷയറിലെ ഡാർബി കുടുംബമാണ്. ഈ കുടുംബത്തിലെ 3 തലമുറയിലെ അംഗങ്ങൾ അപ്പൂപ്പൻ, അച്ഛൻ, മകൻ അരനൂറ്റാണ്ടു കാലയളവിൽ ലോഹ സംസ്കരണ വ്യവസായ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. പിന്നെ മൂവരുടെയും പേര് എബ്രഹാം ഡാർബി എന്നായിരുന്നു. 1709 ഒന്നാമത്തെ എബ്രഹാം ഡാർബി ഒരു ലോഹച്ചുള കണ്ടുപിടിച്ചു. പിന്നെ ഡാൽബി രണ്ടാമൻ കരിരുമ്പിൻ അത്ര എളുപ്പത്തിൽ പൊട്ടിപ്പോകാത്ത പച്ചിരുമ്പ് ഉണ്ടാക്കിയെടുത്തു. 1779 ഡാർബി മൂന്നാമൻ ലോകത്തിലെ ആദ്യത്തെ ഇരുമ്പ് പാലം നിർമ്മിച്ചു. പിന്നെ സെവേൺ നദിക്ക് കുറുകെ കോൺബ്രൂക്ക് ഡെയിലിൽ നിർമ്മിച്ച പാലമായിരുന്നു അത്. പിന്നെ ഹെൻറി കോട്ടൺ മാലിന്യമുക്തമായ ദ്രവ ഇരുമ്പ് ലഭിക്കുന്ന പൂഡ്ലിംഗ് ഫർണസും റോളിംഗ് മില്ലും കണ്ടുപിടിച്ചു. 1770 ജോൺ വിൽക്കിൻസൺ ആദ്യത്തെ ഇരുമ്പ് കസേരകളും ഇരുമ്പ് തൊട്ടികളും നിർമ്മിച്ചു. 1800-നും 1830-നും ഇടയിൽ ബ്രിട്ടീഷ് ഇരുമ്പ് വ്യവസായം അതിൻ്റെ ഉൽപ്പാദനം 4 മടങ്ങ് വർദ്ധിപ്പിച്ചു. 1848-ൽ ലോകത്തെ ഇതര ഭാഗങ്ങളിലെ ആകെ ഇരുമ്പ് ഉൽപ്പാദനത്തെക്കാളേറെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. റെയിൽവേയുടെ വിപുലീകരണത്തോടെ 1840 മുതൽ ഇംഗ്ലണ്ടിലും 1860 മുതൽ കോളനികളിലും ഇരുമ്പിൻ്റെയും സ്റ്റീലിൻ്റെയും ആവശ്യം വർദ്ധിച്ചു. പിന്നെ അടുത്ത നെയ്ത്ത് വ്യവസായം 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം വരെ നൂലുനൂൽപ്പ് വളരെ മന്ദഗതിയിലും കഠിന പരിശ്രമം ആവശ്യമുള്ളതുമായിരുന്നു. നൂലുനൂൽപ്പുകാർക്ക് ദിനം മുഴുവൻ പണിയെടുക്കേണ്ടതായും നെയ്ത്തുകാർക്ക് നൂലിനു വേണ്ടി വെറുതെ കാത്തിരിക്കേണ്ടതായും വന്നു. പിന്നെ ഇംഗ്ലണ്ടിൽ ആദ്യകാല ഫാക്ടറികൾ സ്ഥാപിതമായത് 1830-കളിലാണ്. പിന്നെ അടുത്ത് പുതിയ യുഗത്തിൻ്റെ ആദ്യ ചിഹ്നമായി കണക്കാക്കിയിരുന്നത് പരുത്തിയാണ്. പിന്നെ 1760-ൽ ബ്രിട്ടൻ 2.5 ദശലക്ഷം പൗണ്ട് അസംസ്കൃത പരുത്തി ഇറക്കുമതി ചെയ്തിരുന്നത് എങ്കിൽ 1787 ആയപ്പോഴേക്കും അത് 22 ദശലക്ഷമായി വർദ്ധിച്ചു. പിന്നെ കോട്ടൺ മില്ല് നിർമ്മിച്ചത് റിച്ചാർഡ് ആർക്ക്റൈറ്റാണ്. പിന്നെ കോട്ടൺ മില്ലുകളുടെ കടന്നുവരവോടെ ഉൽപ്പാദന മില്ലുകൾ കേന്ദ്രീകരിച്ചായി മാറി. 1780-കൾ മുതൽ ബ്രിട്ടീഷ് വ്യാവസായിക വൽക്കരണത്തിൻ്റെ പ്രതീകമായി നിലകൊണ്ടത് പലതരത്തിലും പരുത്തി വ്യവസായമായിരുന്നു. പിന്നെ അസംസ്കൃത പരുത്തി ഏകദേശം പൂർണ്ണമായും ഇറക്കുമതി ചെയ്യേണ്ടി വന്നിരുന്നു. പിന്നെ ഉൽപ്പന്നങ്ങളുടെ ഭൂരിഭാഗവും കയറ്റുമതി ചെയ്യുകയും ചെയ്തു. പരുത്തി വ്യവസായം വലിയൊരളവ് വ്യാപാര ഫാക്ടറികളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അധ്വാന ശേഷിയെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അടുത്ത ഫ്ലൈയിങ് ഷട്ടിൽ ലൂം 1733-ൽ ജോൺ കെ ആണ് ഇത് രൂപപ്പെടുത്തിയത്. പിന്നെ കുറച്ച് സമയം കൊണ്ട് വീതിയേറിയ വസ്ത്രങ്ങൾ നെയ്യാൻ ഈ യന്ത്രം സഹായിച്ചു. പിന്നെ സ്പിന്നിങ് ജെന്നിയാണ് 1765-ൽ ജെയിംസ് ഹർഗ്രീവ്സ് നിർമ്മിച്ച യന്ത്രമാണിത്. പിന്നെ ഈ യന്ത്രത്തിന് ഒരേ സമയം ഒരാൾക്ക് തന്നെ നിരവധി നൂലുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് നെയ്ത്തുകാർക്ക് നെയ്തു തീർക്കാൻ കഴിയാത്തത്ര നൂൽ നിർമ്മിക്കാൻ കഴിയുമെന്ന് നിലവിൽ വന്നു. പിന്നെ അടുത്തത് വാട്ടർ ഫ്രെയിമാണ്. 1769-ൽ റിച്ചാർഡ് ആർക്ക്റൈറ്റാണ് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ മ്യൂള് 1779-ൽ സാമുവൽ കോംപ്റ്റൺ ആണ്. പവർ ലൂം എഡ്മണ്ട് കാർട്ട്റൈറ്റാണ് കണ്ടുപിടിച്ചത്. പിന്നെ ആവി ശക്തിയാണ് അടുത്തത്. ആവിയിൽ നിന്ന് ശക്തിയേറിയ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് വൻകിട വ്യാവസായിക വൽക്കരണത്തെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. ആവശ്യത്തിൽ ഉയർന്ന ഊഷ്മാവിലുള്ള മർദ്ദം നൽകുന്ന ഇതുപയോഗിച്ച് യന്ത്രങ്ങളുടെ ഒരു വലിയ ശ്രേണി തന്നെ പ്രവർത്തനക്ഷമമാക്കുവാൻ കഴിഞ്ഞു. എണ്ണ വ്യവസായത്തിലാണ് ആവശ്യത്തെ ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. തോമസ് സേവറി 1798-ൽ ഖനികളിലെ വെള്ളം വറ്റിക്കുന്നതിനായി മൈനേഴ്സ് ഫ്രണ്ട് എന്ന പേരിൽ ഒരു മാതൃക അഭിയന്ത്രം വികസിപ്പിച്ചു. 1812-ൽ തോമസ് ന്യൂകോമൻ മറ്റൊരു അഭിയന്ത്രം നിർമ്മിച്ചു. ന്യൂകോമൻ നിർമ്മിച്ച സ്റ്റീം എൻജിൻ മെച്ചപ്പെടുത്തിയത് ജെയിംസ് വാട്ട് ആണ്. 1769-ൽ ജെയിംസ് വാട്ടിൻ്റെ കണ്ടുപിടുത്തത്തോടെ വെറുമൊരു പമ്പ് എന്ന നിലയിൽ
നിന്നും ആഭ്യന്തര ഫാക്ടറികളിലെ യന്ത്രങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്ന മുഖ്യ ചാലശക്തി എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടു. പിന്നെ ജെയിംസ് വാട്ട് പുതിയ എഞ്ചിന് പേറ്റന്റ് നേടിയ 1 വർഷം 1981-ലാണ്. പിന്നെ കനാലുകളും റെയിൽവേയുമാണ്. നഗരങ്ങളിലേക്ക് കൽക്കരി പോകുന്നതിനായിരുന്നു കനാലുകൾ ആദ്യം നിർമ്മിക്കപ്പെട്ടത്. 1761-ൽ ജെയിംസ് ബിൻഡ്ലി ആദ്യത്തെ ഇംഗ്ലീഷ് കനാലായ പാഴ്സ്ലി കനാൽ നിർമ്മിച്ചു. പിന്നെ കനാൽ മാനിയ എന്നറിയപ്പെട്ട 1788 മുതൽ 1796 വരെയുള്ള കാലഘട്ടത്തിൽ 46 പുതിയ കനാൽ പദ്ധതികൾ ആരംഭിച്ചു. അടുത്ത 60 വർഷം കൊണ്ട് 4000 മൈലിലധികം കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. 1814-ൽ ആവിശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന സ്റ്റീഫൻസൺസ് റോക്കറ്റ് ആദ്യ തീവണ്ടി എഞ്ചിന് പുറത്തിറങ്ങി. പിന്നെ റെയിൽവേയുടെ കണ്ടുപിടുത്ത വ്യവസായവൽക്കരണ പ്രക്രിയയെ രണ്ടാം ഘട്ടത്തിലേക്ക് നയിച്ചു. പിന്നെ 1801-ൽ റിച്ചാർഡ് ട്രെവിത്തിക് പഫിംഗ് ഡബിൾ എന്ന എഞ്ചിൻ കണ്ടുപിടിച്ചു. പിന്നെ 1814-ൽ റെയിൽവേ എഞ്ചിനീയറായിരുന്ന ജോർജ് സ്റ്റീഫൻസൺ ദി ബ്ലച്ചർ എന്ന തീവണ്ടി എഞ്ചിന് കണ്ടുപിടിച്ചു. 1825-ൽ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്നു. 1830-നും 1850-നും ഏകദേശം 6000 മൈൽ റെയിൽവേ പാതകൾ ബ്രിട്ടനിൽ ഗതാഗത യോഗ്യമായി. പിന്നെ റൂഡിസം ജനറൽ നെറ്റ് റൂഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണത് റൂഡിസം. അടുത്തതായിട്ട് മിനിമം വേതനം സ്ത്രീകളുടെയും കുട്ടികളുടെയും തൊഴിൽ നിയമല യന്ത്രങ്ങളുടെയും വരവോടെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ നിയമപരമായി ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തൊഴിലാളി സംഘടനകളുടെ രൂപീകരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. അടുത്തത് ലിറ്റിൽ റെയിൽവേ മാനിയയുടെ കാലത്ത് 1400 മൈൽ റെയിൽവേ ലൈനുകൾ നിർമ്മിക്കപ്പെട്ടു. ബിഗർ മാനിയ കാലഘട്ടത്തിൽ 500 മൈൽ റെയിൽപാതയും അനുവദിക്കപ്പെട്ടു. 1850ഓടെ ഇംഗ്ലണ്ടിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും റെയിൽവേ പാതകളാൽ ബന്ധിക്കപ്പെട്ടു. പിന്നെ പീറ്റർ ലൂ കൂട്ടക്കൊല. വ്യവസായവൽക്കരണത്തിൻ്റെ പ്രാരംഭ വർഷങ്ങളിൽ തങ്ങളുടെ ജീവിതത്തെ തകിടം മറിച്ച കഠിനമായ സാഹചര്യങ്ങളോടുള്ള രോഷം പ്രകടമാകുന്നതിനുള്ള നിയമപരമായ മാർഗങ്ങളോ വോട്ടവകാശമോ അധ്വാനിക്കുന്ന ജനസമൂഹത്തിനില്ലായിരുന്നു. 1819-ൽ ആഗസ്റ്റിൽ മാഞ്ചസ്റ്ററിലെ സെന്റ് പീറ്റേഴ്സ് ഫീൽഡിൽ 80,000-ഓളം ജനങ്ങൾ സമാധാനപരമായി ഒന്നിച്ചുകൂടി ജനാധിപത്യ അവകാശങ്ങളായ രാഷ്ട്രീയ സംഘടനാ രൂപീകരണം, പൊതുയോഗങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം എന്നിവ ആവശ്യപ്പെട്ടായിരുന്നു സമ്മേളനം. എന്നാൽ ഈ സമ്മേളനത്തെ ഗവൺമെൻറ് മൃഗീയമായി അടിച്ചമർത്തി. ഈ സംഭവം പീറ്റർലൂ കൂട്ടക്കൊല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രക്ഷോഭകാരികളുടെ ആവശ്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് അതേ വർഷം തന്നെ പാർലമെൻറ് 6 നിയമങ്ങൾ പാസാക്കുകയുണ്ടായി. പീറ്റർലൂവിനു ശേഷം ഹൗസ് ഓഫ് കോമൺസിൻ്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ലിബറൽ ചിന്താഗതിക്കാരായ രാഷ്ട്രീയക്കാർ അംഗീകരിച്ചു. കൂടാതെ 1824 മുതൽ 25-ൽ കോമ്പിനേഷൻ നിയമങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. പിന്നെ അമേരിക്കൻ പണിക്കരകളാണ് അടുത്തായിട്ട്. 1492-ൽ ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിലെ ഭരണാധികാരികളുടെ സഹായത്തോടെ സമുദ്രമാർഗം പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചു. താൻ എത്തിച്ചേർന്ന പ്രദേശങ്ങൾ ഇൻഡീസ് മാർക്കോ പോളോയുടെ യാത്രാ വിവരണങ്ങളിലൂടെ വായിച്ച് അറിഞ്ഞ ഇന്ത്യയും അതിന് കിഴക്കുമുള്ള രാജ്യങ്ങൾ ആണെന്ന് അദ്ദേഹം കരുതി. ബഹാമസ്, ഗ്രേറ്റർ ആൻഡലസ് എന്നീ പേരുകളിൽ ഇന്നറിയപ്പെടുന്ന പ്രദേശം കരീബിയൻ സമുദ്രത്തിലെ 100 കണക്കായ ചെറു ദ്വീപ സമൂഹങ്ങൾ ചേർന്നതാണ്. അരവാക്കിയൻ ലുക്കായോസ് അഥവാ അരവാക്കുകൾ എന്ന വിഭാഗമാണ് ഇവിടെ വസിച്ചിരുന്നത്. വേറിട്ട് ബോട്ട് നിർമ്മാണത്തിൽ വിദഗ്ധരായ അരാവാക്കുകൾ ഒറ്റത്തടി വള്ളത്തിൽ കടലിൽ സഞ്ചരിച്ചിരുന്നു. പിന്നെ നായാട്ട്, മത്സ്യബന്ധനം, കാർഷിക വൃത്തി എന്നിവയായിരുന്നു അവരുടെ മുഖ്യ തൊഴിലുകൾ. മധുരക്കിഴങ്ങ്, ചോളം, മരച്ചീനി തുടങ്ങി വിവിധങ്ങളായ കിഴങ്ങുവർഗ്ഗങ്ങളും അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അരാവാക്കുകൾ സ്വർണം ആഭരണമായി ഉപയോഗിച്ചിരുന്നെങ്കിലും ഈ ലോഹത്തിന് യൂറോപ്യർ കൊടുത്തിരുന്ന മൂല്യം അവർ കൽപ്പിച്ചിരുന്നില്ല. പിന്നെ യൂറോപ്യർ കൊണ്ടുവന്ന സ്ഫടിക മുത്തുകൾക്ക് പകരമായി അവർ സ്വർണം കൈമാറ്റം ചെയ്തു.
പിന്നെ നെയ്ത്തുകലയിൽ വിദഗ്ധരായിരുന്ന അരവാക്കുകൾ നിർമ്മിച്ചിരുന്ന തൂക്കും മഞ്ചങ്ങൾ അവരുടെ ഒരു സവിശേഷതയായിരുന്നു. തെക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിലും കാട്ടിനകത്തുള്ള ഗ്രാമങ്ങളിലുമാണ് തൂപ്പിനമ്പ എന്ന ജനത വസിച്ചിരുന്നത്. പിന്നെ ഈ പ്രദേശമാണ് ഇപ്പോൾ ബ്രസീൽ മരത്തിൽ നിന്നാണ് ബ്രസീൽ എന്ന പേരുണ്ടായത്. ഇപ്പോൾ ബ്രസീൽ എന്ന പേരുണ്ടായത് പിന്നെ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഇരുമ്പിനെക്കുറിച്ച് അറിവില്ലാതിരുന്നതിനാൽ നിബിഡ വനങ്ങൾ വെട്ടിത്തെളിച്ചു കൃഷി ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെ പഴങ്ങളും പച്ചക്കറികളും മത്സ്യവും സുഘടമായിരുന്നതിനാൽ അവർക്ക് കൃഷിയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ബ്രസീൽ, കരീബിയൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മധ്യ അമേരിക്കയിൽ സുസംഘടിതമായ രാഷ്ട്രങ്ങൾ നിലനിന്നിരുന്നു. ചോളത്തിൻ്റെ സമൃദ്ധമായ ബീജോത്പാദനമായിരുന്നു ഇവിടെ ആസ്റ്റിക്കുകളുടെയും മായന്മാരുടെയും ഇൻകാകളുടെയും നാഗരിക സംസ്കാരങ്ങളുടെയും അടിത്തറയായി വർദ്ധിച്ചത്. പിന്നെ അടുത്തതായിട്ട് ഇത് ആസ്റ്റിക്സ് ആണ്. 12-ാം നൂറ്റാണ്ടിൽ മെക്സിക്കോയിലെ മെക്സിലിറ്റി എന്ന അവരുടെ ദേവൻ്റെ പേരിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. പിന്നെ മധ്യ താഴ്വരത്തിലേക്ക് വടക്കുനിന്നും കുടിയേറിയവരാണ് ആസ്റ്റിക്കുകൾ എന്ന് പറയുന്ന വിഭാഗക്കാർ. പിന്നെ അധികാര ശ്രേണിയിൽ അധിഷ്ഠിതമായിരുന്നു ആസ്റ്റിക് സമൂഹം. പിന്നെ ജന്മന പ്രഭുക്കന്മാരായിരുന്നവർ, പുരോഹിതന്മാർ, ഉന്നതമായ പദവികൾ ലഭിച്ചവർ എന്നിവരെല്ലാം ഉൾപ്പെട്ടതായിരുന്നു കുലീനവർഗം. അവർക്കിടയിൽ നിന്ന് ഒരു അതിശ്രേഷ്ഠ നേതാവിനെ കണ്ടെത്തുകയും അയാൾ മരിക്കുന്നതുവരെ ഭരണം നിർവഹിച്ചു പോരുകയും ചെയ്തു. പിന്നെ രാജാവ് ഭൂമിയിലെ സൂര്യൻ്റെ പ്രതിനിധിയായി കണക്കാക്കപ്പെട്ടിരുന്നു. യോദ്ധാക്കൾ, പുരോഹിതർ, പ്രഭുക്കന്മാർ എന്നിവരായിരുന്നു സമൂഹത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടിരുന്ന വിഭാഗങ്ങൾ. പിന്നെ ഭൂമി പരിമിതമായിരുന്നതിനാൽ ആസ്റ്റിക്കുകൾ ഭൂമി വീണ്ടെടുത്ത് കൃഷിക്ക് ഉപയുക്തമാക്കുന്ന രീതി അവലംബിച്ചിരുന്നു. പിന്നെ ഇതിനായി അവർ മെക്സിക്കോ തടാകത്തിൽ ചിനമ്പകൾ അഥവാ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു. വലിയ ഈറ്റപ്പായകളുണ്ടാക്കിയ ശേഷം ചെളികൊണ്ട് മൂടി അതിനുമേൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചാണ് ഇത് സാധ്യമാക്കിയത്. പിന്നെ ഇങ്ങനെ നിർമ്മിക്കപ്പെട്ട അസാധാരണമായ ഫലപുഷ്ടിയുള്ളതുമായ ഈ ദ്വീപുകൾക്കിടയിൽ കനാലുകളും 1325 തലസ്ഥാന നഗരമായ ടെനോച്റ്റിറ്റ്ലാനും നിർമ്മിച്ചു. പിന്നെ ആസ്റ്റിക്കുകൾ നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടവരായിരുന്നതിനാൽ ഇവരുടെ ഏറ്റവും ആകർഷകമായ ക്ഷേത്രങ്ങളെല്ലാം യുദ്ധദേവന്മാർക്കും സൂര്യനുമാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത്. ചോളം, ബീൻസ്, കുമ്പളങ്ങ, മത്തങ്ങ, മരച്ചീനി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ നിരവധി വിളകൾ അവർ കൃഷി ചെയ്തിരുന്നു. ഭൂമിയുടെ അവകാശം വ്യക്തികൾക്കായിരുന്നില്ല, കുലത്തിനായിരുന്നു. പിന്നെ യൂറോപ്പിലെ കുടിയാന്മാരെ പോലെ കർഷകരെ കുലീന വർഗത്തിൻ്റെ ഭൂമിയുമായി ബന്ധിപ്പിച്ചിരുന്നു. ദരിദ്രർ ചിലപ്പോൾ അവരുടെ കുട്ടികളെ അടിമകളായി വിൽക്കുക പതിവായിരുന്നു. അടിമകൾക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യം മടക്കി വാങ്ങാനും കഴിയുമായിരുന്നു. എല്ലാ കുട്ടികളെയും വിദ്യാലയത്തിൽ അയക്കുന്നുവെന്ന് ആസ്റ്റിക്കുകൾ ഉറപ്പുവരുത്തിയിരുന്നു. കുലീന കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ കാൽമേക്കക് എന്നാണ് അറിയപ്പെട്ടു. പിന്നെ സമുദായത്തിലെ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും പ്രവേശനമുണ്ടായിരുന്ന ടെപ്പോച്ച്കലിയിൽ ചരിത്രം, ഐതിഹ്യങ്ങൾ, മതം, ആചാര സംബന്ധമായ ഗാനങ്ങൾ മുതലായവയാണ് പഠിപ്പിച്ചിരുന്നത്. ആൺകുട്ടികൾക്ക് സൈനിക പരിശീലനത്തിന് പുറമെ കൃഷി, വ്യാപാരം എന്നിവയിലും പെൺകുട്ടികൾക്ക് ഗാർഹിക ജോലികളിലുമാണ് പരിശീലനം നൽകിയിരുന്നത്. ആസ്റ്റിക്കുകൾ കീഴടക്കിയ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ അസംതൃപ്തി നിയന്ത്രണങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള അവസരങ്ങൾ നേടിയതുമാണ് ആസ്റ്റിക് സാമ്രാജ്യം തകരാൻ കാരണം.